ശ്രീ വി എസ് സുനിൽകുമാർ, മുൻ മന്ത്രി ടെലിഫോണിൽ. ശ്രീ വി എസ് സുനിൽകുമാർ, എം.ആർ. അജിത് കുമാറിന് വീഴ്ച പറ്റി കൃത്യവിലോപം ഉണ്ടായി എന്താണ് DGPയുടെ റിപ്പോർട്ടായി ഇപ്പോൾ സർക്കാരിന്റെ പരിഗണനയിലുള്ളത്. നടപടി ഉണ്ടാകുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോൾ എം.ആർ. അജിത് കുമാറിനെയും ന്യായീകരിക്കാൻ പല ആളുകളും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ എം.ആർ. അജിത് കുമാറിനെ വെള്ളപൂച്ചാൻ കഴിയുമോ? എനിക്ക് ആ റിപ്പോർട്ട് സത്യത്തില് ഞാൻ നേരിട്ട് ആ റിപ്പോർട്ട് എന്താണെന്ന് കണ്ടിട്ടില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് വ്യക്തമാക്കാനുള്ളത്, അത് കേവലം എം.ആർ. അജിത് കുമാർ മാത്രമായി അതിന് കാരണക്കാരനാണെന്നുള്ള വിചാരം എനിക്കില്ല. അല്ലാതെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ RSS നേതാക്കന്മാരുടെ പങ്ക്, ചില ദേവസ്വം ബോർഡുകളുമായി ബന്ധപ്പെട്ട ചില ആളുകളുടെ ബന്ധങ്ങളെല്ലാം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വസ്തുതകളും കൂടി പുറത്തു വരണം. ഇതിപ്പോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മാത്രം ശിക്ഷിച്ചുകൊണ്ട് ആ പ്രശ്നത്തിനൊന്നും പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. എം.ആർ. അജിത് കുമാർ അവിടെ, എം.ആർ. അജിത് കുമാർ അവിടെ ഉണ്ടായിരുന്നു എന്നല്ലാതെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റി എനിക്ക് എന്റെ വസ്തുക്കളൊന്നും എനിക്കറിയില്ല. പക്ഷെ റിപ്പോർട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളെ പറ്റി മാത്രമേ എനിക്കറിയുള്ളൂ. പക്ഷെ അജിത് കുമാറിന്റെ കാര്യത്തിൽ മാത്രം ഒരു അദ്ദേഹത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ ചർച്ച പോകുന്നതിൽ യാതൊരു അർത്ഥമില്ല. അതായത് അജിത് കുമാർ മാത്രമല്ല, വലിയ തിരക്കഥയുടെ ഭാഗമായി സംഭവിച്ചതാണ് എന്ന് അങ്ങ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ആ ഗൂഢാലോചന, രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമിട്ടുള്ള ഒരു ഗൂഢാലോചനയായിരുന്നു. യാതൊരു സംശയമില്ലാത്ത കാര്യമാണെന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടുത്തെ RSSഉം അവിടുത്തെ BJP സ്ഥാനാർത്ഥി ആംബുലൻസ് വന്നിറങ്ങിയതിനെ പറ്റി എവിടെയാ റിപ്പോർട്ടുള്ളത്? എന്താ അതിന്റെ കാരണം എന്താണ്? എന്താ അതിന്റെ പിന്നിലുള്ള കാരണം എന്തായിരുന്നു? അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? പോലീസിന്റെ കയ്യിലിരിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ കാണുന്ന ആ കാര്യങ്ങൾ വസ്തുതാപരമായി പരിശോധിച്ചാൽ അത് പ്രകാരമുള്ള റിപ്പോർട്ടും കൂടി വരുമ്പോഴാണ് തൃശൂർ പൂരത്തിന്റെ അലങ്കോലപ്പെടുത്തിയതിന്റെ വസ്തുത പൂർണ്ണമായിട്ട് വരുള്ളൂ. അല്ലെ നമ്മളിപ്പോ അജിത് കുമാറിന്റെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചർച്ച പോകുന്നത് അതിന്റെ യഥാർത്ഥ വസ്തുത മറച്ചു വെക്കപ്പെടുകയും യഥാർത്ഥമായ കാര്യങ്ങൾ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പുറത്തു വരാതിരിക്കുകയും ചെയ്യുന്നതിന് ഇടവരുന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി. അപ്പോൾ ഇത് വിശാലമായ തരത്തിലൊരു ഗൂഢാലോചന നടത്തി എന്താണ് CPIയുടെ നിലപാട്? എന്തുകൊണ്ടാണ് ഇത്ര വൈകി പോകുന്നത്, ഇത്തരം ഗൂഢാലോചനകൾ പുറത്തു കൊണ്ടുവരുന്നതിൽ? അല്ല, അതിൽ എനിക്ക് വൈകിപ്പോയാൽ എനിക്ക് വലിയ ഇപ്പൊ പരാതികളൊന്നും ഞാനിപ്പോ പരാതി പറയാനൊന്നും പോകുന്നില്ല. അത് വൈകിപ്പോയിട്ടുണ്ടെങ്കിലും വൈകിട്ടാണെങ്കിലും അത് വരണം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. എത്ര വൈകിട്ടാണ്? ഇപ്പൊ തൃശ്ശൂർ പൂരം നടന്നുകൊണ്ടിരിക്കുമ്പോ റിപ്പോർട്ട് എന്താ വരാത്ത ചോദിച്ചു. തൃശ്ശൂർ പൂരം നടന്നുകൊണ്ടിരിക്കുമ്പോ റിപ്പോർട്ട് വരണമെന്ന് ഞാൻ ആവശ്യപ്പെടാൻ പോകുന്നില്ല. കാരണം ആ തൃശ്ശൂർ പൂരം നന്നായി നടക്കേണ്ട ഇടയില് ആ റിപ്പോർട്ട് പുറത്തു വന്നൊരു അലങ്കോലം വേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും ഗവൺമെന്റ് ആ സമയത്ത്. തൃശ്ശൂരിന്റെയും പൊതുവിലൊരു സമാധാനപരമായ സാഹചര്യം ഉണ്ടാകേണ്ടതിന്റെയും ആ ഉത്സവം നല്ല നിലയിൽ നടത്തേണ്ടതിന്റെയും ആവശ്യകത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് താങ്കൾ വളരെ പക്വമായി അങ്ങനെ ഒരു തീരുമാനമെടുത്ത് പ്രതികരണം നടത്തുന്നതെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ADGPക്കെതിരെ DGP റിപ്പോർട്ട് നൽകുന്നു. സംസ്ഥാന പോലീസ് മേധാവി തന്നെ റിപ്പോർട്ട് നൽകുന്നു. അങ്ങനെ ADGPക്കെതിരെ മാത്രമായി അന്വേഷണം ചുരുങ്ങിപ്പോയി എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അന്വേഷണ റിപ്പോർട്ടിൽ കൂടെ വിശാലമായി കാര്യങ്ങളെയും സാഹചര്യങ്ങളെയും പരിശോധിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ റിപ്പോർട്ട് നമ്മൾ കണ്ടിട്ടില്ല, വിവരങ്ങൾ മാത്രമാണ് പുറത്തു വന്നത്. ടെക്നിക്കലായി ഒരു ADGPയുടെ പ്രവർത്തനം മാത്രമല്ല പരിശോധിക്കപ്പെടേണ്ടത് എന്ന അഭിപ്രായം അങ്ങേക്കുണ്ടോ? തീർച്ചയായിട്ടും ADGPയുടെ പേരിൽ മാത്രം ആണ് കാര്യങ്ങൾ എന്ന് വരുത്തി തീർക്കുന്ന അതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. അതിനപ്പുറത്ത് അതിനേക്കാൾ വലിയ ബിഗ് ഷോട്ടുകളും അതിനേക്കാൾ വലിയ ആളുകളും BJP RSS നേതൃത്വവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കൃത്യമായ ഗൂഢാലോചനയുണ്ടത്. ആ ഗൂഢാലോചന പുറത്തു വിടാനുമാണ് അതിന്റെ റിപ്പോർട്ടാണ് പുറത്തു വരേണ്ടത്. ഇവിടുത്തെ വിശ്വാസികളെ പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് ഏതന്വേഷണം? ഇപ്പൊ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചു. ഏതന്വേഷണത്തിന്റെ ഭാഗമായി? ഇപ്പോൾ എന്തായാലും DGPയുടെ റിപ്പോർട്ടിൽ അങ്ങനെ ഒന്ന് ഇല്ല, അങ്ങനെ ഒരു വിശദമായ പരിശോധന ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതന്വേഷണത്തിന്റെ ഭാഗമായി അങ്ങനെ ഒരു തല റിപ്പോർട്ടിൽ മാത്രമാണ് ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ചകളെ സംബന്ധിച്ച് പരിശോധിച്ചുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ചകളെ സംബന്ധിച്ച് പരിശോധിച്ചുകൊണ്ട് മാത്രം ഈ പൂരത്തെ ഒരു പൊളിറ്റിക്കലായി ഉപയോഗിച്ചതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന പുറത്തു വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ADGP അജിത് കുമാറിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് തൃശൂർ പൂരത്തിന്റെ അലങ്കോലപ്പെട്ടതിന് അജിത് കുമാറിനെ മാത്രം കാരണക്കാരാക്കി വരുന്നതിലല്ല അതിന്റെ ശരിയായ രീതി. മറിച്ച് അതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള RSS, BJP തുടങ്ങിയിട്ടുള്ള പാർട്ടികൾ അവിടെ നടത്തിയിട്ടുള്ള അവരുടെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ വിശ്വാസികളെയും അവിടുത്തെ പൂരത്തെയും വഞ്ചിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള അതീവ ഗുരുതരമായിട്ടുള്ള ഇടപെടലുണ്ട്. അവര് നടത്തിയിട്ടുള്ള ഈ സ്വന്തം വിജയത്തിന് വേണ്ടി ഒരു നാടിന്റെ ഏറ്റവും വലിയ സാംസ്കാരിക ചിഹ്നമായിട്ടുള്ള തൃശൂർ പൂരത്തെ പോലും അലങ്കോലപ്പെടുത്താൻ ഒരു മടിയുമില്ലാത്ത
അവിടുത്തെ RSSും അതുപോലെ തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകളുടെ പങ്ക് വെളിച്ചത്ത് വരുന്ന റിപ്പോർട്ട് വരുമ്പോഴേ ഞാൻ അതിന് മറുപടി പറയുള്ളൂ. അല്ല, അങ്ങ് പറഞ്ഞതിൽ ഇപ്പോഴും ഒറ്റ കാര്യത്തിൽ അങ്ങയുടെ മറുപടി ഉണ്ടായില്ല. അതും കൂടി ചോദിച്ച് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പങ്ക്, RSS നേതാക്കളുടെ പങ്ക്, BJP നേതാക്കളുടെ പങ്ക്, RSSും BJPയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് പങ്കുണ്ട് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഈ പങ്ക് അങ്ങ് ഉന്നയിച്ച ഈ ആരോപണം അത് അന്വേഷണത്തോടെ പുറത്തു വരും, അത് ഉറപ്പായും പുറത്തു വരും. ആ ഗൂഢാലോചന, രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു വരും, തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഗൂഢാലോചന പുറത്തു വരും എന്ന് അങ്ങ് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അതാണ് എന്റെ ചോദ്യം. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഞാൻ ഈ ഗവൺമെന്റിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് തന്നെ പറയുന്നത് ആ ഗൂഢാലോചന പുറകാരം അതുകൊണ്ടാണ് ത്രിതല അന്വേഷണം നടത്തിയിട്ടുള്ളത്. ത്രിതല അന്വേഷണം എന്ന് പറയുന്ന 3 തലത്തിലുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, ഈ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ത്രിതല അന്വേഷണം എന്ന് പറയുന്നത്. അതും കൂടി ചേർത്തുകൊണ്ട് വരുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വരും. ഞാൻ അവർ 2 തവണ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ തെളിവെടുപ്പ് തെളിവ് നൽകിയിട്ടുള്ള ഒരാളാണ്. ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉന്നയിച്ചിട്ടുള്ള ഒരുപാട് ആരോപണമല്ല, ഞാൻ ഉന്നയിച്ചിട്ടുള്ള വസ്തുതകളുണ്ട്. വസ്തുതകൾ ഉപരി ഞാൻ ഉന്നയിച്ചിട്ടുള്ള ചില ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണം നടത്തിയതിനു ശേഷം പുറത്തു വരുന്ന റിപ്പോർട്ടായിരിക്കും യഥാർത്ഥ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് വരട്ടെ. ഇതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ എനിക്ക് ഇതിലൊരു നിലപാടെടുക്കാൻ കഴിയില്ല.